അപ്പം നമ്മൾ കർണാടകത്തിലേക്ക് മുത്തങ്ങയിലൂടെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്രതീക്ഷിതമായി മുമ്പിൽ ആളെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി, പെട്ടെന്ന് നെഞ്ചത്തൊരു മിന്നൽ പിണർ പോലെ സത്യമായിട്ടും പേടിച്ചു പോയി. ഒന്ന് തിരിഞ്ഞാ വണ്ടിയിലോട്ട് വരുമോ, വണ്ടിയുടെ അടുത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം അത്രയും ക്യൂട്ടായിട്ട് എനിക്ക് ആ വിഷ്വൽ കിട്ടുകയും ചെയ്തു. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നൊരു പുതിയൊരു യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഒരു ടെമ്പിൾ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്നത്. അവിടെ നെഞ്ചൻഗുഡ് ശ്രീകണ്ഠേശ്വര ടെമ്പിളാണ് കേട്ടോ നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം, കൂടെ ഉണ്ടാവണേ. നമ്മൾ ശ്രീകണ്ഠേശ്വര ടെമ്പിൾ കാണാൻ വേണ്ടി പോകട്ടോ. നെഞ്ചൻഗുഡ് ശിവക്ഷേത്രം എന്ന് പറയുന്നത് കർണാടകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രമാണ് കർണാടകത്തിലെ നെഞ്ചൻഗുഡുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കേട്ടോ. ഇത് കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദി എന്ന് പറയുമ്പോൾ അറിയാം എല്ലാവർക്കും, കാവേരി നദിയുടെ ഒരു ട്രിബ്യൂട്ടറി അഥവാ പോഷക നദിയാണ് കബനി നദി. നമ്മളിപ്പം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് കടന്നു പോണത് കേട്ടോ. ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. ഇതൊരു ഏകദേശം ഒരു 30 കിലോമീറ്ററോളം നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് കേട്ടോ. കാടിന്റെ ഉള്ളിൽ തന്നെ സജീവമായിരിക്കും. മാനുണ്ടാവും എന്തായാലും. മൃഗങ്ങളെ വല്ലതും കാണുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. പക്ഷെ ഒന്നും ഇപ്പൊ കാണുന്നില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല മാനിനെയോ ആനേനെയോ ഒക്കെ കാണാട്ടോ. ഒരു മഴ പെയ്യാൻ പോകുന്നൊരു വൈബാണുള്ളത്. കിട്ടുന്നില്ല, കിട്ടുന്നുണ്ടല്ലോ. ചായന്റെ കളർ ഇപ്പുറത്തേക്ക് എടുക്കും, ഇപ്പുറത്തേക്ക് ഈ ഭാഗത്ത്. ഈ മഴ പെയ്തിട്ട് കലങ്ങി കുത്തി ഒഴുകുന്ന കബനി നദിയാണ് കേട്ടോ അപ്പൊ നമ്മൾ കാണുന്നത് താഴെ കൂടെ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നമ്മൾ ഒഫീഷ്യലി ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഉള്ളിലേക്ക് കടക്കുവാണ്. ഒരു ചിരിക്ക് ഇതിനെ കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം KSRTC വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള വിഷ്വലാണ്. എന്ത് ഭംഗിയാ നോക്ക്. വാവ്, അടിപൊളി 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 എന്നാണോ. ഭയങ്കര നല്ല വിഷ്വൽ കേട്ടോ. നമ്മുടെ സ്വന്തം KSRTC ഒരെണ്ണം അങ്ങോട്ടും പോകുന്നുണ്ട്, റെഡ് കളർ. നീലയാണ് ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് പോകുന്നത് റെഡ്. ലോങ് പോകുമ്പോൾ ഉപകാരമാവും. പാലം കണ്ട ആ എക്സ്പീരിയൻസ് ആണ്. ഒരു ആനെ പോലും കാണില്ലല്ലോ കുട്ടിമുട്ട. അത് കണ്ടത് കുറച്ച് കുരങ്ങന്മാരെ മാത്രമാണ്. അപ്പം മഴയായതുകൊണ്ട് തന്നെ കാടിനകത്ത് അത്യാവശ്യം ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളൊക്കെ ഉണ്ട്, കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണല്ലേ പിന്നെ മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഒരു മാനിനെ പോലും കണ്ടില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു മാനുണ്ടാവും, കാട്ടുപോത്തുണ്ടാവും എന്നൊക്കെ. ഒന്നിനെയും കണ്ടില്ല. കുറച്ച് കുരങ്ങന്മാരെ മാത്രം നമ്മൾ കണ്ടു അല്ലേ രാജേട്ടാ? അതെ അതെ, അവരുടെ വീട്ടിനെ അവിടെ ഉള്ളതുകൊണ്ട് വലിയ അത്ഭുതമായിട്ടില്ല. അതെ.
ആനകളൊക്കെ ഉണ്ടോ? അതാ 2 ആനകൾ, 2 ഉണ്ട്. കിട്ടിയില്ല. അതാ ചെറുത് അതിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. 2 അയ്യോ, ഒരു മാനിനെ പോലും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് മുമ്പിലൊരു ആന. എന്തായാലും എനിക്ക് സന്തോഷമായി. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ദൂരെ നിന്ന് കണ്ടോ മാനുകളെ കാണാം കേട്ടോ. മാനുകൾ പോകുന്നുണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ക്യാറ്റ് മാത്രമുള്ള വർദ്ധിക്കുന്നത് പറയാൻ ഉദ്ദേശിച്ചതല്ല, ഹമ്പ് എന്ന് പറഞ്ഞതാ. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് മടങ്ങി വരുന്ന സമയത്ത് മാത്രം തേനൊക്കെ ശ്രദ്ധിച്ചു. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ കുറേ സൂര്യകാന്തിപ്പാടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ, ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. കുറേ പേര് അതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നത് കാണാം കേട്ടോ. നമ്മുടെ നാട്ടിൽ അന്യമായിക്കൊണ്ടിരിക്കുകയല്ലേ ഈ കാളകളൊക്കെ ഉഴുന്ന ഈ കാഴ്ച. എന്ത് രസമായിരുന്നു ആ പഴയ കാലം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നെല്ലുള്ള സമയത്ത് കാളയെ കൊണ്ട് ഒഴിപ്പിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. റോഡിന്റെ ഇരുവശത്തും മാവിന്റെ തോട്ടങ്ങൾ കാണാം കേട്ടോ. എന്തോരം മാവുകളാണെന്നറിയോ. പഴുത്ത മാങ്ങ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടേ. സ്പീഡൊക്കെ അടിപൊളി കൊമ്പാണല്ലോ. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ ahead. ഉടുപ്പി കഫേ. എന്തെങ്കിലും കഴിക്കണോ നിനക്ക്? ഒന്നും കഴിക്കണ്ട. നമ്മളെ സ്ഥലത്ത് വരുന്നത് എന്തെല്ലാം ഫാസ്റ്റാഗിളപ്പം. വഴിയിലൊക്കെ നിറയെ മാങ്ങ വിൽക്കാൻ വെച്ചിട്ട് നോക്ക്, കണ്ടോ? മുന്തിരി, സ്ട്രോബെറി ഒക്കെ ഉണ്ട് ചേട്ടാ. വാങ്ങി കൂട്ടണം. കേരളത്തിന് അത്ര പിടിച്ചു പറയില്ല കേട്ടാ. 80 ഉള്ളൂ. അങ്ങ് മൈസൂർ എത്തുന്നവരെയുള്ള ടോളല്ലേ ഇത്? എത്രയാ വാങ്ങിയ? 80. അല്ല 80 അല്ലല്ലോ, 70. 30 ബാക്കിയാണ്. ഫാസ്ടാഗ് ആണെങ്കിൽ 35 പറയുള്ളൂ. ആ കാളവണ്ടിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കായിരുന്നു അല്ലേ? അയ്യേ, കുന്നിനൊന്നും വാങ്ങിക്കൂട്ടരുത് കേട്ടാ. ആവശ്യമുള്ള മാത്രം വാങ്ങിയാൽ. ഗുണ്ടൽപേട്ടയിൽ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലക്കുറവാട്ടോ. നമ്മൾ ഇവിടെ അതായത് കൽപ്പറ്റയിലൊക്കെ വിൽക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ടയിൽ നിന്ന് അധികം കൊണ്ടുവരുന്ന പച്ചക്കറികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി അവിടെ നിന്ന് വാങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കണത്. ഇത് പ്രകാരം ഡീസലിന്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡഫ് ഒഴിക്കും. ബ്ലൂ ഇത് ആഡ് ബ്ലൂ ഒഴിക്കുക. അങ്ങനെയാണ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ പൊല്യൂഷൻ കുറയും. അല്ലെങ്കിൽ ഡീസൽ വണ്ടികൾക്ക് ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും. പെട്രോൾ വണ്ടിയിലേക്കാളും അല്ലേ? പെട്രോൾ ശുദ്ധമായ സാധനമല്ലേ കുറച്ചും കൂടി. അതിന് പൊല്യൂഷൻ ഉണ്ടാവും പക്ഷെ കമ്പയർഡ് ടു ഡീസൽ കുറവായിരിക്കും.
ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിൽ അങ്ങനത്തെ പൊല്യൂഷൻ ഉണ്ടാവൂല. ഇലക്ട്രിക് വെഹിക്കിളിന് എന്ത് പൊല്യൂഷൻ ഉണ്ടാവുക? ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിൽ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അത് ഇങ്ങനത്തെ ഫ്യൂൽസ് കത്തുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നത്. പക്ഷെ മറ്റതിനെന്താ വരിക? കൂടിപ്പോയാൽ കുറച്ച് ചൂടുണ്ടാവും. ചാമരാജ് നഗരോ? അല്ല, ഇത് ഗുണ്ടൽപേട്ട. ഇത് ഗുണ്ടൽപേട്ടയാണ്. ചാമരാജ് നഗറിന്റെ ബോർഡാണ് അവിടെ കണ്ടത്. അത് നമ്മളെ സുൽത്താൻ ബത്തേരി ബസ് വേണോ? ബത്തേരി ബസ് ഗുണ്ടൽപേട്ടയിലാണ് കേട്ടോ. ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ട പള്ളി. ഗുണ്ടൽപേട്ട ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മിൽമ എന്ന് പറയുന്ന പോലെയാണ് കർണാടകത്തിൽ വന്നാല് നന്ദിനി അല്ലേ. നന്ദിനിയുടെ മിൽക്ക് കൗണ്ടർ എല്ലായിടത്തും കാണാം കേട്ടോ. നമ്മുടെ അവിടെ അവൈലബിൾ ആണ് ഇപ്പം. കയറിയല്ലേ ഇവിടെ നിന്നല്ലേ നമ്മൾ ബത്തേരി ബസ് കയറിയതാണ് വന്നപ്പോ. ഗുജറാത്ത് പോയപ്പോഴും ഗുജറാത്ത് നമ്മൾ കട്ട് ചെയ്ത് ഗുണ്ടൽപേട്ട ടൗണിന്റെ ഒരു സൗന്ദര്യം കേട്ടോ ഈ ഗുൽമോഹർ പൂത്ത വഴികൾ കണ്ടോ. എന്ത് ഭംഗിയാ നോക്കിയേ ഗുൽമോഹർ. അടിപൊളി വിഷയം. കനറ ബാങ്ക് അതാ കണ്ടോ. കനറ ബാങ്ക് കർണാടക ബാങ്ക് അറിയാമോ? പണ്ട് ഒരാള് ബാംഗ്ലൂർ വന്നിട്ട് 2 ആഴ്ച താമസിച്ച് ഒരു ചെറിയ ട്രെയിനിങ്ങും കഴിഞ്ഞ് പിന്നീട് വന്നിട്ട് ടെസ്റ്റ് എഴുതി അന്ന് തന്നെ പോയിട്ട് MG റോഡിലെ ഹെഡ് ഓഫീസൊക്കെ കണ്ടിട്ട് നാട്ടിൽ പോയിരുന്നു. ഞാൻ തന്നെ. ടെസ്റ്റ് കിട്ടിയില്ല. പക്ഷേ നമ്മള് ഗുണ്ടൽപേട്ട കഴിഞ്ഞു കേട്ടോ. ഗുണ്ടൽപേട്ടയിൽ വീണ്ടും യാത്ര തുടരുന്നു. ഇപ്പൊ നമ്മള് ബേഗൂർ എത്തിയിട്ടുണ്ട്. ബേഗൂർ പോലീസ് സ്റ്റേഷൻ നമ്മൾ കണ്ടത്. ഇനി ഒരു 20 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചുകൂടെ എത്താൻ പറ്റും. പിന്നെ ഈ റോഡ് ഭയങ്കര മോശമല്ലേ രാഷേട്ടാ? ഭയങ്കരമായിട്ട് പൊടിയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഓവർ ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന ഇതിപ്പോ ഒരു 1 വേയിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടോണ്ട്. അതെ. ശക്തമായ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ വീഡിയോയുടെ ചിലിച്ചിൽ വച്ച് കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. അത് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.